സാറേ താമസിച്ചേ? ഒന്നും പറയണ്ട സാറേ, വരുന്ന വഴിക്ക് എന്റെ ആ മിനി ജെറ്റ് ഉണ്ടല്ലോ ഒന്ന് കേടായി. ഞാനിങ്ങനെ പറന്ന് വരുവായിരുന്നേ, ജെറ്റിന് എവിടെയോ എന്തോ ഒരു മിസ്സിങ്, ഒരു കുലുക്കം, ഒരു പടപടയുടെ സൗണ്ട്. അതെ, ഫ്യൂവലിന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, അല്ല ഒന്നുമല്ല സാറേ. എന്റെ ജെറ്റ് EV-യാ. ഏത് കമ്പനി സാറേ? മറ്റേ മടല് കമ്പനിയുടെ EV ജെറ്റ്. ആഹാ, പൊളി. എന്തായാലും ഒന്ന് പമ്മിയതല്ലേ ഉള്ളു, പൊട്ടിത്തെറിച്ചൊന്നുമില്ലല്ലോ. ജീവനോട് ഇങ്ങ് വന്ന തന്നെ വലിയ കാര്യം കേട്ടോ. ഇവിടെ ഇരി. സാറേ, കംപ്ലൈന്റ് വല്ലതും കൊടുത്താലോ? ഓ, കൊടുത്താലും കൊടുത്തില്ലേലും കണക്കാ. എന്തു ഈശാൻ റോബോട്ട് നിന്ന് പരുങ്ങുന്നത്? സ്റ്റാഫ് റൂമിന്റെ ന്യൂസ് പിടിക്കാണ്ട് വന്ന അവന്മാര് പറഞ്ഞു വിട്ടായിരിക്കും. ആ റോബോട്ടിന്റെ മോഡ് മാറ്റിട്ടെ മനുഷ്യന്മാരുടെ മോഡാക്ക്. ശരി സാർ. സാർ, എന്റെ ചാർജിങ് കേബിൾ കാണുന്നില്ല. ചാർജിങ് കേബിളേ ഞാൻ ക്ലാസ്സിൽ കൊണ്ടുതരാം. ഇഷാമ ചെന്നാട്ടെ. ഓക്കെ സാർ. ന്യൂസ് ഒന്നും അങ്ങോട്ട് പിടിക്കാൻ പറ്റിയില്ല. അവൻ പോയി സാറേ. സാറ് ബാക്കി പറഞ്ഞു. ഇതിലത്തെ സാർ നമ്മുടെ 10C മറ്റേ ആദർശില്ലേ? മറ്റേ ജൂപ്പിറ്ററിൽ നിന്ന് വന്ന മറ്റേ ഏലിയൻ. അവന്റെ വീടിന്റെ പണ്ടേക്ക് പാർക്ക് ചെയ്ത് വൈകിട്ടിനും പോകുമ്പോ ഏതെങ്കിലും മെക്കാനിക്കിനെ കൊണ്ടേ കാണിച്ചിട്ട് റെഡി ആക്കണം. അല്ല, അങ്ങോട്ട് പോകുന്ന വഴിക്ക് സാറിന് ഡ്രോപ്പ് ചെയ്യാവോ? പിന്നെന്താ, ഞാൻ വിട്ടേക്കാം. അതിനിപ്പോ എന്താ സാർ? ജെറ്റിലാ വന്ന്? സാറേ, 2ാം ക്ലാസ്സിലെ സുബിൻ റോബോട്ടിന്റെ ചാർജ് തീർന്നു, കിടന്ന് കരയുന്നു. എന്റെ പൊന്ന് സാറേ, നമ്മളെല്ലാ രക്ഷകർത്താക്കളോടും പറഞ്ഞിട്ടുണ്ട് രാവിലെ റോബോട്ടിന് വിടുമ്പോൾ ഫുൾ ചാർജ് ആക്കിയിട്ട് വിടണമെന്ന്. എനിക്ക് കാണിക്കുന്നത് രക്ഷകർത്താക്കളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാറേ. ഒരു അക്ഷരം പറഞ്ഞാൽ അവര് കേട്ടത്തില്ല. മോനെ കൊണ്ട് ചെല്ലു കേട്ടോ. ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ വാ സാറേ. ആ തുണിയും ചാർജറിങ് എടുത്തു. മോനെ, ഇനി ചാർജ് ഇല്ല വന്നു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടേ. ഇപ്പോഴത്തേക്ക് ചാർജ് ചെയ്ത് തരാം. സാറേ, വേറെ ചാർജ് ഇങ്ങോട്ട് മൊത്തം ക്ലാവ് പിടിച്ചിരിക്കും. ഉരച്ച് കള സാറേ. വീട്ടുകാരൊന്ന് പറഞ്ഞു കേട്ടോ, അത്യാവശ്യമാണ്. ചാർജ് പോനെ ലൂസ് ആക്കടാ, ഇല്ലെങ്കിലേ ഫാസ്റ്റ് ചാർജ് ആവത്തില്ല. അങ്ങനെ തന്നെ കേട്ടോ. ഓക്കെ സാറേ. ഈ റോബോട്ട് എവിടെ നിന്ന്? മാഴ്സിന്ന്. ചുമ്മാ അല്ല, എർത്തിന്നായിരുന്നെങ്കിലേ കുറച്ച് വൃത്തിയെങ്കിലും കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടായിരുന്നോ? വീട്ടിൽ പേരൻസിനോട് പറയണം ചാർജ് ചെയ്തിട്ട് വേണം ഇവിടെ ഇങ്ങോട്ട്. കഴിഞ്ഞു പറ. 5000 കിലോവാട്ട് അല്ലേ സാറേ? പെട്ടെന്ന് ഫുൾ ചാർജ് ആയി. എന്റെ പൊന്ന് സാറേ, നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഈ കണ്ട റോബോട്ടിന്റെ ഒക്കെ ചാർജിങ് ബോർഡിലെ ക്ലാവ് കളയാൻ വേണ്ടിയാണോ? എന്റെ പൊന്ന് സാറേ, ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ ഒരു തുള്ളി വികസനം ഇല്ലാതെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുന്നത്. 2025 ഈ സ്കൂൾ എങ്ങനെ നിന്നേ അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. സാറേ, ഗവൺമെന്റ് സ്കൂളല്ലേ, ഇതിനെങ്കിലും കിട്ടുന്ന വലിയ ഭാഗ്യം. എന്തോ ആയാലും എന്തുവാ. രാഹുൽ നിന്നേ. രാഹുലിനോടേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ജെറ്റ് കൊണ്ട് സ്കൂളിൽ വരല്ലെന്ന്. മോനെ, നിനക്ക് എത്ര വയസ്സുണ്ടോ? സാറേ, 17. നിനക്ക് ലൈസൻസ് ഉണ്ടോ? ലൈസൻസ് ഇല്ല. എടാ മോനെ, നീ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ മണ്ടയ്ക്ക് ഒരുപാട് AVD-ക്കാരുള്ള അവരെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ കട്ടയും പടലും മടങ്ങും. AVD ഒന്ന് സാറേ? എടാ, എയർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. അല്ല സാറേ, എനിക്ക് അവരെ വെട്ടിച്ചു വരാനുള്ള വഴിയൊക്കെ അറിയാം. അതുപോലെ ഞങ്ങളെ വെട്ടിക്കാൻ പറ്റത്തില്ല കേട്ടോ സാറേ. പണ്ടേ എൻ്റെ അച്ഛനാണെങ്കിൽ സ്കൂളിൽ ഇതുപോലെ ബൈക്കിൽ പോകുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അത് പോട്ടെ സാറേ, എനിക്ക് ഇവിടെ 6 മണി കഴിഞ്ഞാൽ പിന്നെ എയർ ബസ് ഇല്ല സാറേ. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിൽ കിടന്നോണ്ടെന്ന് പറക്കത്തളിയെ മാത്രമേ ഉള്ളൂ സാറേ. അവരാണെങ്കിൽ നല്ല ചാർജും എടുക്കുന്ന സാറേ. പിന്നെ ലിഫ്റ്റ് അടിച്ചു പോയാൽ എനിക്ക് നല്ല പേടിയാ സാറേ. ആരെങ്കിലും തട്ടിക്കൊണ്ടു വല്ലതും പോയാലോ സാറേ? സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. ഞാൻ നിന്റെ അച്ഛനോട് സംസാരിക്കട്ടെ, ഇതിൽ മാർഗം ഉണ്ടാകാം കേട്ടോ. ക്ലാസ്സിൽ പോ. പണ്ടന്മാരെ പറ്റിച്ച്. സാറേ, ചൊവ്വയിൽ ഇന്ന് ബന്ധാ. എന്നെ ഇന്ന് നേരത്തെ വേണേ. ഉച്ചയ്ക്ക് വിടാം. സാറേ, UKG-ലെ 2 പിള്ളേരുടെ ചാർജ് തീർന്നു. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. മിക്കവാറും ഈ ചാർജ് ബോർഡ് തുടച്ച് എൻ്റെ ജീവിതം ഇങ്ങനെ തീരത്തേ ഉള്ളൂ. വാ സാർ. എന്തായാലും എല്ലാ കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് റോബോട്ട് കുട്ടികളുടെ ഉച്ച ചാർജും മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള സദ്യയും ഏലിയൻസിന് വേണ്ടിയുള്ള ക്യാപ്സൂളും എല്ലാം തന്നെ റെഡിയാണ്. ആഹാരം കഴിക്കാൻ വേണ്ടി എല്ലാവരും ലൈനായിട്ട് ഹാളിലേക്ക് വരേണ്ടതാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, എല്ലാവരും കൈ സാനിറ്റൈസ് ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് വേണം വരാൻ. ഓക്കെ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം തരുവാണെങ്കിൽ ഇന്റേണൽ മാർക്ക് ഫുള്ള് ലഭിക്കും. മനുഷ്യർക്കും റോബോട്ടിനും ഏലിയൻസിനും ഒരുപോലെ പങ്കെടുക്കാം. ഇത് iPhone 91 Pro Max. ഈ മോഡലിന് വേണ്ടിയുള്ള ഇന്നോവേഷൻ സാംസങ്ങിന്റെ ഏത് കൊല്ലത്തെ മോഡലിൽ നിന്നാണ് ലഭിച്ചത്? 2026. തെറ്റ്. അവിടെ ഇരുന്നു. 2010. തെറ്റ്. നെക്സ്റ്റ്. കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഈ ട്രെയിൻ ട്രാവൽ വാച്ച് ഉണ്ട്. ഇത് വെച്ച് ട്രാവൽ ചെയ്ത് ഞാൻ കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കും.
ടൈം മെഷീൻ യൂസേജ് ഡിറ്റക്റ്റഡ്. ടൈം മെഷീൻ യൂസേജ് ഡിറ്റക്റ്റഡ്. രാഹുൽ സ്റ്റാർട്ട്. സാറേ ഞാൻ ഇത് കണ്ടോ? ഇതേ ടൈം ട്രാവൽ വാച്ചാ. ഇതാ രാഹുലിന്റെ കയ്യിൽ നിന്ന് പിടിച്ചാ തോണ്ടിരിക്കുന്നു. ഇവനെ ഞാൻ എന്തോ ചെയ്യണം? സാറേ നമുക്ക് എൻ്റെ വീട്ടിൽ വിളിച്ചു വന്നു. സാറേ എൻ്റെ വീട്ടിൽ വിളിക്കല്ലേ സാറേ. അതെന്താടാ? വയ്യാതെ കിടക്കുന്ന 2 റോബോട്ട് ഇന്നോ നാളെ ചാർജ് ചെയ്തെന്നും പറഞ്ഞ് കിടക്കുക. അത് മാത്രമല്ല സാറേ, കെട്ടിക്കാൻ പ്രായമായ 3 റോബോട്ട്. വീടാണെങ്കിൽ ആ ഏലിയൻ ബാങ്കിൽ പണയത്തിൽ പോവാ. ഇതെങ്ങാണോ ഇറങ്ങി കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യും. ബാക്കിയുള്ള റോബോട്ടാണെങ്കിൽ ബാറ്ററി പൊട്ടി ചാവുകയും ചെയ്യും സാറേ. ഇവിടുന്ന് കിട്ടുന്ന ഉച്ച ബാറ്ററി മേടിച്ചോണ്ട് എൻ്റെ വീടിപ്പം കഴിയുന്ന സാറേ. ഇത്രയും കഷ്ടപ്പാടിലായിരുന്നു കുഞ്ഞിവിടെ വന്നോണ്ടിരുന്നത്. ഇനി ഇങ്ങനെയുള്ളതൊന്നും കൊണ്ടുവരരുത്. വീട്ടിൽ കൊണ്ടുവെക്ക്. ഇല്ല സാർ, ഒരിക്കലും ഇല്ല. ഇനി അങ്ങനെ ചെയ്യത്തില്ല. മണ്ടന്മാരെ വീണ്ടും പറ്റിച്ച്. പാവം പയ്യൻ. എന്നാലും ഇത്തരം ദാരിദ്ര്യത്തിലുള്ളവനെ എങ്ങനെ ഈ ജെറ്റിൽ വരുന്നത്? സാറേ എന്റെ റോബോട്ട് മോളെ ഈ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ മോളുടെ TC ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാ. സാറേ പറഞ്ഞു സാറേ. ഒന്നും പറയണ്ട. എന്റെ മോളുടെ TC എനിക്ക് ഇവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ല. TC സാറേ എന്തോ സാറേ പ്രശ്നം? പ്രശ്നം എന്താന്ന് ആ 10 സീല നിങ്ങളെ മനുഷ്യക്കുന്നുണ്ട്. പേരെന്തുവാ? ആളിൻ. അവനോട് ചോദിക്കും. തോന്നിക്കുന്നു ആ മത്തങ്ങ തന്നെ. അവൻ എവിടെ ഇവിടെ? സാറേ എന്തോ സാറേ പ്രശ്നം? ഞങ്ങളുടെ റോബോട്ട് കുടുംബത്തിൽ മനുഷ്യന്മാരെ കേറ്റത്തില്ല. അവനുണ്ടല്ലോ എന്റെ മോളോട് പ്രേമം. ഞാൻ നടത്തി കൊടുക്കും. സാറേ ഇത് വെളിയിൽ അറിയിക്കരുത്, നമ്മുടെ റെപ്യൂട്ടേഷനിൽ ബാധിക്കും. എന്നാ താഴെ പെണ്ണുങ്ങളെ കൊണ്ട് വെട്ടിക്കിടും. പ്രിൻസിപ്പലിന്റെ റൂമേ അതുകൊണ്ടല്ലാതെ അങ്ങോട്ട് ഇല്ല. അങ്ങോട്ട് ഇന്ന് ഞാൻ അവനെ കൊന്ന് കൊടലെടുക്കും. സാറേ എന്നെ മനസ്സിലായോ? ഞാൻ ഇവിടുത്തെ ഏലിയൻ ജോസ് പെരേരയുടെ അച്ഛനായിരുന്നു. സാറിനെ ഞങ്ങൾ കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. സാറിന്റെ ഏലിയൻ പയ്യനുണ്ടല്ലോ, ഈ കാണുന്ന സാറിന്റെ ക്ലാസ്സിലെ റോബോട്ട് പയ്യന്റെ മൂക്കിടിച്ചിളക്കിയിട്ട് ആ മൂക്കിന്റെ ഇവിടെ ഒരു ചാർജറിന്റെ പാലമുണ്ട്, അത് പൊളിഞ്ഞു പോയി. അത് മാത്രമല്ല സാറേ, പിന്നെ ഏലിയൻ പെമ്പിള്ളാർ വാഷ്റൂമിൽ പോകുമ്പോ അവരെ കമന്റ് അടിക്കുക, ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുക, ഇതെല്ലാം അവന്റെ പ്രധാന പരിപാടി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ ഇരിക്കുന്ന സാറിന്റെ ഫോട്ടോ ബാത്റൂമിൽ വരച്ചു വെച്ചിട്ട് സാറിന്റെ നമ്പർ വിളിച്ചേക്കും. തോന്നി മാസം അല്ലയോ സാറേ ഈ വട്ടത്തേക്കൊന്ന് ക്ഷമിക്ക്. സാറേ ഈ വട്ടം എന്ത് പണ്ട് കാര്യമില്ല, അവന്റെ TC എഴുതിച്ചിട്ടുണ്ട്. സാറ് മേടിച്ചു. ഈ ഒരു തവണത്തേക്ക് മാത്രം. ഒരു തവണയില്ല പൊക്കോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 3 ടൺ ഓക്സിജന് ശുദ്ധവായും പിന്നെ ഒരു 4 ടൺ പ്യുവർ വാട്ടറും കൂടെ അങ്ങോട്ട് ഡൊണേഷൻ ആയിട്ട് തന്നാലോ? നമ്മള് ഇരുന്നൊന്ന് ചിന്തിക്കുവാണെങ്കിൽ അവൻ ചെയ്ത അത്ര വലിയ കുറ്റം അല്ല. ശരി, ഇതിലും വലിയ തെറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്? ടീച്ചർമാരുടെ ഫോട്ടോ നമ്മൾ പണ്ട് വരച്ചിട്ട് നമുക്കിത് അങ്ങ് തേച്ച് വെച്ചോളാം അല്ലേ? ആ ശരി. പുതിയൊരു അൾട്രാ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനും കൂടെ ഞാൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്താലോ ഡൊണേഷൻ ആയിട്ട്? എങ്കിൽ അവനെ അടുത്ത സ്കൂൾ ലീഡറായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചാലോ? ആ പിന്നെന്താ? അതാ കറക്റ്റ്. സാറേ എന്നിട്ട് പോയിട്ട് സാറേ ഇവിടുത്തെ കലോത്സവം നമുക്ക് സൂര്യനെ വെച്ച് നടത്തിയാലോ? ഭയങ്കര ചൂടായിരിക്കത്തില്ലയോ? സൺസ്ക്രീൻ വേണ്ടി വരും. സാറേ ഏലിയൻ ജോസ് പെരേരയുടെ അച്ഛനെ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നു. എടാ മോനെ അത് കാര്യം വെക്കണ്ട. പുള്ളിക്കാരനെ ചാർജിങ് സ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം നോക്കി. സംശയം പറ സാറേ. നമ്മുടെ ഈ വായുവിലെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു പൊടിപടലങ്ങളുണ്ടോ? ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ? ഈ ഓരോ പൊടിപടലത്തിലും ചെറിയ ചെറിയ സൂക്ഷ്മജീവികളുണ്ടോ? ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഭൂമി നോക്കി, ഭൂമിയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക വായുവില്. അതിനകത്ത് നമ്മളൊക്കെ താമസിക്കുന്നു. കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ഭൂമിയും ഏതോ ഒരു സ്ഥലത്തെ കുഞ്ഞു കുഞ്ഞു പൊടിപടലങ്ങളാണെങ്കിലോ, എക്സാമ്പിൾ നമ്മൾ ഈ കുഞ്ഞു ഉറുമ്പിന്റെ കൂടെ ഉണ്ടോ? ഉറുമ്പ് നോക്കുമ്പോൾ ആ ചെറിയ വീടാണ് അതിന് ലോകം. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഭൂമിയാണ് ഏറ്റവും വലുത്. ഇതുപോലെ ഈ ഭൂമിയെല്ലാം വേറെ ഏതോ സ്ഥലത്തിലെ കുഞ്ഞു പൊടിപടലങ്ങളാണെങ്കിൽ ആ സ്ഥലത്തും നമ്മളെ പോലെ വലിയ വലിയ ജീവികൾ കാണത്തില്ലേ? എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ഈ പൊടിപടലത്തിൽ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ തെറിച്ചു പോകത്തില്ലേ? ഇതുപോലെ ആ മനുഷ്യരും ആ പൊടിപടലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ചത്തുപോകത്തില്ലേ? ഒരു പൊട്ട ക്വസ്റ്റ്യൻ ആണോ? എന്തായാലും നിങ്ങൾ കമന്റ് ഇട്ട് പറയും.